അഗതി മന്ദിരങ്ങളിലെ ക്ഷേമ പെൻഷനുകൾ റദ്ദു ചെയ്ത സർക്കാർ നടപടി അപലപനീയമെന്ന് KCBC ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ. പുതിയ ഉത്തരവ് പ്രകാരം അഗതി മന്ദിരങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് നീങ്ങുന്നതെന്നും ഈ ഉത്തരവ് ഉടൻ തന്നെ പുനഃപരിശോധിക്കണമെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. അഗതി മന്ദിരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ലഭ്യമായിരുന്ന ക്ഷേമ പെൻഷൻ റദ്ദു ചെയ്തുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് തികച്ചും നിർഭാഗ്യകരവും ഹൃദയഭേദവുമാണെന്ന് KCBC ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാനും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനുമായ മാർ ജോസ് പുളിക്കൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. അഗതി മന്ദിരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ലഭ്യമായിരുന്ന ക്ഷേമ പെൻഷൻ റദ്ദു ചെയ്തുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് തികച്ചും നിർഭാഗ്യകരവും ഹൃദയഭേദകവുമാണ്. ഈ നിരാധാരരായ മനുഷ്യരെ അവഗണിക്കുന്ന ഈ ഉത്തരവ് തികച്ചും അപലപനീയമാണ്. അർഹമായ നീതി ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. വിവിധ സംഘടനകളും സമുദായങ്ങളും സഭയുമൊക്കെ നടത്തുന്ന ഈ സ്ഥാപനങ്ങളെ വേണ്ടവിധം പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ഇത്തരം ഭവനങ്ങൾ നടത്തുന്നത് കത്തോലിക്ക സഭയാണ്. ഇപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തിൽ സുമനസ്സുകളുടെ സഹായം പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടപ്പെടേണ്ട ഒരു ഗുരുതരാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് സർക്കാർ ധനവകുപ്പ് ഈ ഉത്തരവ് പുനഃപരിശോധിക്കണം. 2016 സാമൂഹ്യനീതി വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ ഉത്തരവ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. യാചകരും മാനസിക രോഗികളും വികലാംഗരും വൃദ്ധരുമായ നിരാലംബരായ മനുഷ്യരാണ് ഈ ഭവനങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടുന്നത്. ഏറ്റവും അധികം സഹായമർഹിക്കുന്ന ഈ നിരാലംബരായ മനുഷ്യരെ അവഗണിക്കുന്ന ഉത്തരവ് തികച്ചും അപലപനീയമാണെന്നും ഇതിലൂടെ അർഹമായ നീതി ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ക്ഷേമ പെൻഷനുകൾ കൊടുക്കേണ്ടതും അഗതികളെ സംരക്ഷിക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ വിവിധ സംഘടനകളും സമുദായങ്ങളും കത്തോലിക്ക സഭയും നടത്തുന്ന ഈ സ്ഥാപനങ്ങളെ വേണ്ടവിധം പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്. പുതിയ ഉത്തരവ് പ്രകാരം ഇത്തരം സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടേണ്ട ഗുരുതരാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ഈ ഉത്തരവ് ഉടൻ തന്നെ പുനഃപരിശോധിക്കണമെന്നും മാർ ജോസ് പുളിക്കൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഷെക്കേന ന്യൂസ്, കോട്ടയം. അഗതി മന്ദിരത്തിൽ കഴിയുന്നവരുടെ ക്ഷേമ പെൻഷൻ നിർത്തലാക്കിയ സർക്കാർ നടപടി സംസ്ഥാനത്തെ ആയിരക്കണക്കിന് അനാഥാലയങ്ങളെ ദോഷകരമായി ബാധിക്കും. കോവിഡ് പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അനാഥാലയങ്ങൾ പാടുപെടുന്നതിനിടെയാണ് ഇരട്ടടിയായി പെൻഷൻ നിർത്തലാക്കുവാൻ സർക്കാർ ഉത്തരവിറക്കിയത്. 2016 ജനുവരി 30 സാമൂഹ്യനീതി വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരം ഏതെങ്കിലും ക്ഷേമ പെൻഷനുകൾ ലഭിക്കാൻ അഗതി മന്ദിരത്തിൽ കഴിയുന്നവർക്ക് അർഹതയുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അനാഥാലയത്തിലും വൃദ്ധമന്ദിരങ്ങളിലും താമസിക്കുന്ന അന്തേവാസികൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ല എന്ന് ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉത്തരവിറക്കുകയായിരുന്നു. ഇതോടെ ആയിരക്കണക്കിന് വരുന്ന അഗതി മന്ദിരങ്ങളിലെ 10,000-കണക്കിന് വൃദ്ധരും അംഗപരിമിതരും മാനസിക വൈകല്യമുള്ളവരും ഭിന്നശേഷിക്കാരുമായ അന്തേവാസികൾ പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് കേരള ഓർഫനേജ് അസോസിയേഷൻ മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി പറഞ്ഞു. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും കഴിഞ്ഞ 3 വർഷമായിട്ട് ഗവൺമെന്റ് ഗ്രാന്റ് നൽകിയിട്ടേ ഇല്ല. ഇങ്ങനെയുള്ള സത്യത്തിനിടയിലാണ് ഗവൺമെന്റിന്റെ ഈ ഉത്തരവിൽ പറയുന്നത് ഇത് അർഹതപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് ധനസഹായം നൽകുന്നുണ്ടെന്ന്. എന്ത് ധനസഹായമാണ് ഗവൺമെന്റ് നൽകുന്നത്? ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും സന്ദർശകരെ നിരോധിക്കുകയും അതുപോലെ തന്നെ ഇവിടെ സ്ഥിരം സഹായിച്ചിരുന്ന ബെനഫാക്ടേഴ്സും ഡൊണേഷൻ നൽകുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തികളൊക്കെ സാമ്പത്തിക കടക്കണിയിലും ഞെരുക്കങ്ങളിലും ജോലി നഷ്ടപ്പെട്ടുമൊക്കെ ആയതുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് പൊതുജനങ്ങൾ നൽകിയിരുന്ന ധനസഹായങ്ങളും അവരുടെ പങ്കാളിത്തവും പൂർണ്ണമായി നിശ്ചലമായ സമയത്ത് ഈ സർക്കാർ കഴിഞ്ഞ 15-16 കോവിഡ് കാലഘട്ടത്തിലെ മാസങ്ങളിൽ വെറും 3 മാസം മാത്രമാണ് കിറ്റുകൾ നൽകിയിട്ടുള്ളത്, 4 പേർക്ക് ഒരാൾ എന്ന നിലയിൽ. അന്തേവാസികൾ അനാഥ മന്ദിരങ്ങളുടെ പൂർണ്ണ സംരക്ഷണയിലാണെന്നും അർഹതയുള്ള അഗതി മന്ദിരങ്ങൾക്ക് സർക്കാർ സഹായം നൽകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവിറക്കിയത്. എന്നാൽ 2014 ശേഷം രജിസ്റ്റർ ചെയ്ത 500-ലധികം സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് നൽകിയിട്ടില്ല.
മറ്റ് സ്ഥാപനങ്ങളിൽ ഒരാൾക്ക് 1100 രൂപ മാത്രമാണ് ഗ്രാന്റ് ലഭിക്കുക. സ്ഥാപനങ്ങൾ ചെലവഴിച്ച തുക സർക്കാർ പിന്നീടാണ് നൽകുക. എന്നാൽ കോവിഡ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞ് കഴിഞ്ഞ വർഷം ചെലവഴിച്ച തുകയുടെ 40% മാത്രമാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. ശാരീരിക വൈകല്യമുള്ളവരുടെ സ്ഥാപനങ്ങൾക്കും സൈക്കോ സോഷ്യൽ സ്ഥാപനങ്ങൾക്കും നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടും ചെലവഴിച്ച തുകയിൽ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. അഗതി മന്ദിരത്തിലുള്ളവർക്ക് ഓണക്കിറ്റ് നൽകുന്ന കാര്യം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. BPL APL വ്യത്യാസമില്ലാതെ സ്വന്തം വീടുകളിൽ കഴിയുന്നവർക്ക് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തു വരുമ്പോഴാണ് അഗതികളോട് ഈ വിവേചനം കാണിക്കുന്നതെന്നാണ് ആരോപണം. ന്യൂസ് ഡെസ്ക് ഷെക്കിന ന്യൂസ്. അഗതികളെയും അനാഥരെയും ക്രൂശിക്കുന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് CBCI ലൈറ്റി കൗൺസിൽ. കേരളത്തിലെ അഗതി അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്ന ആരോരുമില്ലാത്ത അനേകായിരങ്ങളെ തെരുവിലേക്ക് തള്ളിവിടുന്ന ഈ ഉത്തരവ് ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ലെന്നും CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ അറിയിച്ചു. അഗതികൾക്കും അനാഥർക്കും യാതൊരു പെൻഷനും അർഹതയില്ലെന്നുള്ള മനുഷ്യത്വരഹിതവും ക്രൂരവുമായ സർക്കാർ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ കേരളത്തിലെ അഗതി അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്ന ആരോരുമില്ലാത്ത അനേകായിരങ്ങളെ തെരുവിലേക്ക് തള്ളിവിടുന്ന ഈ ഉത്തരവ് ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ലെന്നും പറഞ്ഞു. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ 1600 രൂപയാണെന്നിരിക്കെ 1100 രൂപയാണ് അഗതി മന്ദിര അന്തേവാസികൾക്ക് പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഗ്രാന്റ് തുക വർഷങ്ങളായി നൽകുന്നുമില്ല. എന്നാൽ സർക്കാർ ഇപ്പോഴും 1100 രൂപ ധനസഹായം കൃത്യമായി നൽകുന്നുണ്ടെന്നുള്ള ഉത്തരവിലെ പരാമർശം അന്വേഷണ വിധേയമാക്കണമെന്നും അഗതി മന്ദിരത്തിൽ കഴിയുന്ന മനോരോഗികൾ, ശാരീരിക വൈകല്യമുള്ളവർ, വൃദ്ധർ എന്നിവരൊക്കെ മനുഷ്യരാണെന്ന് രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ മറക്കരുതെന്നും CBCI ലൈറ്റി കൗൺസിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം അനാഥ അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്നവരുടെ സംരക്ഷണ ചുമതല അതു നടത്തുന്നവരുടെ ഉത്തരവാദിത്തം മാത്രമാണെന്നും പ്രസ്തുത ഉത്തരവിലൂടെ പറഞ്ഞ് സർക്കാർ കൈയൊഴിയുന്നത് ധിക്കാരപരമാണെന്നും CBCI ലൈറ്റി കൗൺസിൽ വിമർശിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഭക്ഷണവും വസ്ത്രവും മരുന്നും ആവശ്യമായ പാർപ്പിടവും ലഭ്യമാക്കി ആയിരക്കണക്കിന് മനുഷ്യർക്ക് ആലംബമേകുന്ന കാരുണ്യ ഭവനങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കണമെന്നും 2021 ജൂലൈ 28 സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നും CBCI ലൈറ്റി കൗൺസിൽ ആവശ്യപ്പെട്ടു. ഷിഗ്യാന ന്യൂസ്, കൊച്ചി.